വ്യക്തിപരമായി ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിലെ സിനിമകളുടെ വലിയ ആരാധകനൊന്നുമല്ല ഞാൻ. എന്നാൽ ഇതിനു മുന്നേ വന്നിട്ടുള്ള ഫ്രാഞ്ചൈസിലെ 4 സിനിമകൾ നിർമ്മാതാവ് സാജിദ് നാദിയാവാലയ്ക്ക് നേടിക്കൊടുത്തിട്ടുള്ള ലാഭം കൊണ്ടായിരിക്കണം ഒരു 5ാം ഭാഗവുമായിട്ട് അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ സിനിമയുടെ കഥയും തിരക്കഥയും നിർമ്മാതാവ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു കഥ എഴുതി തീർക്കാൻ കാര്യമായ അധ്വാനം ഒന്നും വേണ്ടി വരില്ല എന്നുള്ളത്. ഈ ഫ്രാഞ്ചൈസിലെ ബാക്കി സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ വളരെ വ്യക്തമായി ഓർക്കാൻ പാകത്തിനുള്ള മികവുള്ളതൊന്നുമല്ല. എന്നിരുന്നാലും ഒരു കാര്യം പറയാതെ വയ്യ, എൻ്റെ അഭിപ്രായത്തിൽ വൾഗാരിറ്റി ഏറ്റവും കൂടുതലുള്ള സിനിമ ഈ 5ാം ഭാഗം തന്നെയാണ്. ആണുങ്ങൾക്ക് തുറച്ചു നോക്കാനും ശരീരഭാഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനും വേണ്ടി മാത്രം സിനിമയിലേക്ക് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തമാശകളുമാണ് സ്കിറ്റ് തമാശകൾ മാത്രമുള്ള ഈ സിനിമയുടെ പകുതിയിലധികവും. രഞ്ജിത്ത് ദോബ്രിയാൽ എന്ന കോടീശ്വരൻ്റെ 100ാം ജന്മദിനാഘോഷമാണ് നമ്മുടെ കഥയുടെ പശ്ചാത്തലം. ഒരു ക്രൂസ് ഷിപ്പിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഗംഭീര പാർട്ടി പക്ഷേ അകാലത്തിലുള്ള പുള്ളിയുടെ മരണം കാരണം നിന്നുപോവുകയാണ്. എന്നാൽ പുള്ളിയുടെ വിൽപത്രത്തിൽ അയാളുടെ മകനായിട്ടുള്ള ജോളി ബർത്ത്ഡേ പാർട്ടിക്ക് വരും എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിലെ ആളുകൾ അങ്ങനെ ജോളിയെ കാത്തു നിൽക്കുമ്പോൾ 3 ജോളിമാർ അവിടേക്ക് വരും. ഇതിനുശേഷം ആ കപ്പലിൽ ഒരു കൊലപാതകവും നടക്കും. ശരിയായ ജോളി ആരാണ്, കൊലപാതകം നടത്തിയത് ആരാണ്, ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. കുറച്ചു കാലം മുന്നേ റിതേഷ് ദേശ്മുഖ് ഒരു ചാറ്റ് ഷോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിരൂപകരെല്ലാം തേച്ചൊട്ടിച്ച ഗ്രേറ്റ് ഗ്രാൻഡ് മസ്തി എന്ന പുള്ളിയുടെ സിനിമ ഒരു ഓട്ടോറിക്ഷക്കാരന് കാണിച്ചു കൊടുത്താൽ അയാൾ 5 അല്ല 50 സ്റ്റാറിൻ്റെ റിവ്യൂ ആ പടത്തിന് ഇടുമെന്നായിരുന്നു. മസ്തി സിനിമ ഫ്രാഞ്ചൈസിലെ സിനിമകളായാലും ഈ പറയുന്ന ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിലെ സിനിമകൾ നോക്കിയാലും ഈ ഒരു കോമൺ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രത്യേക വിഭാഗത്തിന് ദർശനസുഖം കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളാണ് ഇവയെല്ലാം. ആ പ്രത്യേക വിഭാഗം സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി ബോളിവുഡ് സിനിമ ഇറക്കും. ഇത് പറഞ്ഞത് ഞാനല്ല, റിതേഷ് ദേശ്മുഖാണ്. ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ നിങ്ങളൊക്കെ അമേരിക്കക്കാർ സെക്സ് കോമഡി ചെയ്താൽ കൈയടിക്കും, ഇവിടെയുള്ളവർ ചെയ്താൽ സദാചാരം പറയുമെന്ന് പറയും. സംഭവം അമേരിക്കയിലും മോശം സെക്സ് കോമഡി സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. പക്ഷേ രസകരമായ സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പിടിച്ചിരുത്തുന്ന നല്ല സെക്സ് കോമഡികളും ആ നാട്ടിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഹൗസ്ഫുൾ 5 പോലെയുള്ള സിനിമകളിൽ പ്രേക്ഷകൻ ഒരേ തമാശക്ക് 10 തവണ ചിരിക്കേണ്ട അവസ്ഥയാണ്. തരുൺ മൻസുഖാനി സംവിധാനം ചെയ്തിട്ടുള്ള ഹൗസ്ഫുൾ 5 2 ക്ലൈമാക്സുകളുള്ള സിനിമയാണ്. അതായത് ഹൗസ്ഫുൾ 5A, ഹൗസ്ഫുൾ 5B എന്നിങ്ങനെ 2 വേർഷനുകൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും 2 വില്ലന്മാരാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സംവിധായകൻ, ഉദാഹരണത്തിന് ശ്രീ വിശാൽ ഭരദ്വാജ് എങ്ങാനും ആണ് ഇതുപോലെ ഒരു മേർഡർ മിസ്റ്ററി സിനിമ എടുത്ത് 2 ക്ലൈമാക്സുകൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വലിയ വിവാദം ഉണ്ടായേനെ. ടിക്കറ്റിന് നല്ല വിലയുള്ള ഇന്നത്തെ കാലത്ത് പണം കൊടുത്തൊരു സിനിമ കാണുമ്പോൾ വേറെ ഒരാൾ കണ്ടത് നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യാസമുള്ള ഒന്നാണ് എന്ന് അംഗീകരിക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. തെറ്റാണെന്നല്ല പറയുന്നത്, ഒരുപക്ഷെ അതിനെക്കുറിച്ച് ക്രിയാത്മകമായ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഹൗസ്ഫുൾ സിനിമകളുടെ നിലവാരത്തെക്കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ധാരണയുള്ളതുകൊണ്ടാവണം 2 ക്ലൈമാക്സ് ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് വലിയ ഞെട്ടലോ സന്തോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കണ്ട് നിരാശ തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സ് കൊള്ളാത്തത് കൊണ്ടോ വില്ലൻ പോരാഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഏതാണ്ട് ബോളിവുഡിലെ പകുതി പേരും വന്ന് അഭിനയിച്ചു പോയിട്ടുള്ള ഈ സിനിമ 3 മണിക്കൂർ നീളമുള്ള ഒരു ഫിലിം ഫെയർ അവാർഡ് നൈറ്റ് പോലെ കാണാൻ പറ്റും. അക്ഷയ് കുമാറും റിതേഷ് ദേശ്മുഖും ഈ ഫ്രാഞ്ചൈസിലെ സ്ഥിരം കുറ്റികളാണ്. ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് അനായാസം തന്നെ രണ്ടുപേരും കാര്യമായ മെനക്കേടൊന്നും ഇല്ലാത്ത അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഹൗസ്ഫുൾ 3ൽ ഭാഗമായിരുന്ന അഭിഷേക് ബച്ചൻ ഈ ഫ്രാഞ്ചൈസിലേക്ക് ഈ സിനിമയിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. കായികാധ്വാനം പരമാവധി കുറച്ചുകൊണ്ട് അഭിഷേക് തന്നെ ഏൽപ്പിച്ച ജോളിയെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നർഗിസ് ഫക്രി, ജാക്വലിൻ ഫെർണാണ്ടസ്, സോനം ബാജ്വ ഇവർ 3 പേരുമാണ് ഈ സിനിമയിലെ നായികമാർ. ഡയറ്റ് എടുത്ത് ജിമ്മിൽ പോയി ഉണ്ടാക്കിയ ബോഡി നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കുക എന്നതല്ലാതെ യാതൊന്നും ഈ സിനിമ ഇവരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. പടത്തിൽ 3 നായികമാരും കൂടെ ഒരു എയർ ഡക്റ്റിൻ്റെ ഉള്ളിലൂടെ നുഴഞ്ഞു പോകുന്ന സീനുണ്ട്. ബോഡി സ്കാനർ വെച്ചതുപോലെയുള്ള ക്യാമറയുടെ പ്ലേസ്മെൻറ്റ് കണ്ടാൽ തന്നെ ഈ സിനിമ എൻ്റർടൈൻമെൻറ്റിനെ ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. സൗന്ദര്യ ശർമ്മ ലൂസി എന്ന ലോയർ കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ശരീരഭാഗങ്ങളെ മാത്രം തുറച്ചു നോക്കിക്കൊണ്ട് ഈ സിനിമ ഉണ്ടാക്കാൻ നോക്കുന്ന കോമഡി കണ്ടാൽ തന്നെ ബോളിവുഡ് ഇന്ന് നേരിടുന്ന കോണ്ടന്റ് ദാരിദ്ര്യവും ആ നാട്ടിലെ സിനിമകളിലുള്ള ലൈംഗിക ദാരിദ്ര്യവും ആർക്കും മനസ്സിലാകും. ഹൗസ്ഫുൾ സിനിമകളിൽ എന്തായാലും ഉണ്ടാകേണ്ട ചങ്കി പാണ്ഡെയും ജോണി ലീവറും ഈ സിനിമയിലും അവരുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫർദീൻ ഖാൻ, ശ്രേയസ് തൽപടെ, ചിത്രാംഗദ സിംഗ്, ദിനോ മോറിയ മുതലായ ഇന്ന് സിനിമകളിൽ കാണാൻ കിട്ടാത്ത എല്ലാവരും ഈ സിനിമയിൽ സംശയിക്കപ്പെടുന്നവരായിട്ട് വരുന്നുണ്ട്. മണ്ടന്മാരായ 2 പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ജാക്കി ഷ്രോഫും സഞ്ജയ് ദത്തും വരുന്നുണ്ട്. യഥാക്രമം ബാബ എന്നും ബീഡു എന്നുമാണ് ഇവരുടെ 2 പേരുടെയും കഥാപാത്രങ്ങളുടെ പേരുകൾ. ഈ 2 വട്ടന്മാരുടെ തലതൊട്ടപ്പനായിട്ട് ധോത്തിയും സ്നീക്കേഴ്സും ഇട്ടിട്ട് സാക്ഷാൽ നാനാ പട്ടേക്കർ വരുന്നുണ്ട്. സിനിമയിലെ മൊത്തം കഥാപാത്രങ്ങളുടെ ഒപ്പം പുള്ളി ഡാൻസ് വരെ കളിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഫ്രാഞ്ചൈസാണ് ഹൗസ്ഫുൾ എന്ന് പറയാം. കാരണം ഇന്നാണ് നമ്മളെല്ലാവരും റീലുകളുടെയും മറ്റു വീഡിയോകളുടെയും അതിപ്രസരം കാരണം ബ്രെയിൻ റോട്ട് കോണ്ടന്റുകൾ കുത്തിയിരുന്ന് കാണുന്നത്. പക്ഷേ ഏതാണ്ട് 10 വർഷം മുന്നേ തന്നെ സാജിദ് നാദിയാദ്വാല ഈ ഫ്രാഞ്ചൈസിലൂടെ നമ്മൾക്കത് തരുന്നുണ്ടായിരുന്നു.
ബ്രെയിൻ റോട്ട് സാധനങ്ങൾ ആളുകൾ നല്ലതുപോലെ കാണുന്നുണ്ട് എന്നത് കൊടുക്കുന്ന ധൈര്യം കാരണമായിരിക്കണം വളരെ ചെലവേറിയ ഒരു സെറ്റപ്പിലാണ് ഈ 5-ാം ഭാഗം അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. അതും 5-ാം ഭാഗത്തിന് 2 വേർഷനുകൾ ഒരേ സമയം ഇറക്കിയിട്ടുണ്ട്. ഓരോ 15-20 മിനിറ്റ് കൂടുമ്പോഴും സിനിമയിലെ എല്ലാ താരങ്ങളും ഗ്ലാമർ ഡ്രസ്സുകളിൽ വന്ന് ഡാൻസ് ചെയ്തു പോവുകയും ബാക്കി സമയങ്ങളിൽ സ്കിറ്റ് തമാശകൾ കാണിക്കുകയും ചെയ്യുന്ന ഈ പടം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവാർഡ് നൈറ്റ് ഷോ ആക്കേണ്ടത് എടുത്തിട്ട് സിനിമ ആക്കിയതുപോലത്തെ ഒരു പരിപാടിയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്